കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ചു. ഗവർണർ നിയമിച്ച അന്വേഷണ കമ്മീഷനാണ് നടപടികൾ ആരംഭിച്ചത്. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് നൽകാനിരിക്കെ വിവരശേഖരണത്തിന് സിദ്ധാർത്ഥന്റെ വീട്ടിൽ കമ്മീഷൻ ഉടൻ എത്താനും സാധ്യതയുണ്ട്. നാടിനെ നടുക്കിയ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നിർണായക നടപടികളാണ് രാജ്ഭവൻ സ്വീകരിക്കുന്നത്. ഗവർണർ ഉത്തരവിട്ട ജുഡീഷ്യൽ അന്വേഷണം ആരംഭിച്ച പശ്ചാത്തലത്തിൽ പ്രതീക്ഷയിലാണ് കുടുംബം. വളരെയേറെ സ്വാഗതാർഹമെന്ന് മാത്രമല്ല, വളരെയേറെ നന്ദിയുണ്ട് എനിക്ക് അദ്ദേഹത്തിനോട്. അതിന് ആദ്യത്തെ VC-യെ സസ്പെൻഡ് ചെയ്ത സമയത്താണ് അദ്ദേഹം ഇങ്ങനെ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടത് അതിനെ കത്ത് കൊടുക്കുന്നതല്ല. പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ അദ്ദേഹം ഇതിനെ ഫോളോ ചെയ്തിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചു. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫണ്ടും കാര്യങ്ങളെല്ലാം നോക്കി എല്ലാ രീതിയിലും അത് ഇടപെട്ട് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാധാരണ ഞാൻ കേൾക്കുന്നതൊക്കെ സർക്കാർ തന്നെ അല്ലെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് പാനൽ തന്നെ രൂപീകരിച്ച് വരുന്നത്. പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും സമയമെടുക്കും. പക്ഷേ ഇതെന്തുകൊണ്ടോ പ്രഖ്യാപിച്ച് ഒരു മാസത്തിനകത്ത് സാധനം സംഭവം റെഡിയാക്കി കിട്ടി. അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷൻ അംഗങ്ങൾ നെടുമങ്ങാട്ട് സിദ്ധാർത്ഥന്റെ വീട്ടിലുടൻ എത്തും. പിതാവ് ജയപ്രകാശ് ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. 3 മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന ഗവർണറുടെ ഉത്തരവിൽ നടപടികൾ കമ്മീഷൻ വേഗത്തിലാക്കുകയാണ്. വെറ്റിനറി സർവകലാശാലയിലും കമ്മീഷൻ എത്തി വിവരങ്ങൾ ശേഖരിക്കും. ഇത്തരം സംഭവങ്ങൾ കോളേജുകളിൽ ഉണ്ടാകാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കും. കോളേജിലെ രാഷ്ട്രീയ ഇടപെടലിൽ നടപടികൾക്കും കമ്മീഷന്റെ ശുപാർശ ഉണ്ടാകും. ജനം, തിരുവനന്തപുരം.